ഓരോ മനുഷ്യനും അവൻ ജനിച്ചു വളർന്ന ഭൂമിയോട് വളരെയധികം ഇഷ്ടവും ഒരു ആത്മബന്ധവും ഉണ്ടാവും എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറച്ചു കാലം നമ്മുടെ ഭൂമി വിട്ട് മറ്റൊരു പ്രദേശത്തേക്ക് മാറി താമസിക്കുക തന്നെ വേണം. പ്രത്യേകിച്ച് വിദേശത്തൊക്കെ പോയിട്ട് തിരിച്ചു വരികയാണെങ്കിൽ, നമ്മൾ വിദേശത്തോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കുറച്ചു നാൾ താമസിച്ച ശേഷം തിരിച്ചു വരുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിലുള്ള നമ്മുടെ ഭൂമിയോടുള്ള സ്നേഹം അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അങ്ങനെ നമ്മൾ സ്നേഹിച്ചും പരിപാലിച്ചും കൊണ്ടു നടക്കുന്ന ഒരു ഭൂമി ഒരു സുപ്രഭാതത്തിൽ നമ്മുടേത് അല്ലാതായി തീരുമ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് രാവിലെ ഞങ്ങൾ കേട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് അതിഭീകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയായിരുന്നു. ഒരു കർഷകന്റെ, അതായത് അട്ടപ്പാടിയിലുള്ള ഒരു കർഷകന്റെ ഭൂമി ആ പ്രദേശത്തുള്ള ഭൂമാഫിയ വ്യാജരേഖകൾ തയ്യാറാക്കി തട്ടിയെടുത്തു എന്നുള്ള വാർത്ത. ഈ വാർത്ത അറിഞ്ഞ ആ കർഷകൻ എന്തു ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് തന്റെ ഭൂമി തിരിച്ചു പിടിക്കാൻ വേണ്ടി പല വാതിലുകളിലും മുട്ടി. പക്ഷേ ആരും തുറന്നില്ല. ആരും അയാളെ സഹായിക്കാൻ തയ്യാറുമായിരുന്നില്ല. അത്രയ്ക്ക് ശക്തരായിരുന്നു ഈ ഭൂമാഫിയ എന്ന് പറയുന്നത്. ഒടുവിൽ അയാൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മഹത്യക്ക് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു. സ്വയം ജീവനൊടുക്കി അയാളുടെ നിരപരാധിത്വം തെളിയിച്ച് തന്റെ ഭൂമി തിരിച്ചു പിടിക്കാൻ വേണ്ടി തയ്യാറായി. ഇത്തരത്തിലുള്ള വാർത്തകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അട്ടപ്പാടിയിലെ കാവുണ്ടിക്കൽ ഇരട്ടക്കുളത്തെ കർഷകനായ കൃഷ്ണസ്വാമിയുടെ ആത്മഹത്യക്ക് പിന്നിൽ ഭൂമാഫിയ സംഘമാണെന്ന് അന്വേഷണ റിപ്പോർട്ട്. കൃഷ്ണസ്വാമി ആർക്കും ഭൂമി വിറ്റിട്ടില്ലെന്നും അദ്ദേഹത്തിന് ഭൂമി കൈമാറ്റത്തിൽ പങ്കില്ലെന്നും റവന്യൂ ഡെപ്യൂട്ടി സെക്രട്ടറി അനു എസ് നായർ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. നഷ്ടപ്പെട്ട ഭൂമി തിരിച്ചു കിട്ടില്ല എന്ന ഭീതിയിലാണ് കൃഷ്ണസ്വാമി ആത്മഹത്യ ചെയ്തത്. കൃഷ്ണസ്വാമിയുടെ ഭൂമി തട്ടിയെടുത്തത് വ്യാജരേഖ ഉപയോഗിച്ചാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. ഇതിന് കൂട്ടുനിന്നത് ആധാരം എഴുത്തുകാരനും വില്ലേജ് ഓഫീസറും അട്ടപ്പാടി തഹസിൽദാരും അഗളി സബ് രജിസ്ട്രാറും അടങ്ങുന്നവരാണ്. പ്രാഥമിക അട്ടപ്പാടി താലൂക്കിന് പുറത്തുള്ള തെങ്കേര വില്ലേജിലെ ഭൂമിയുടെ പ്രമാണമാണ് വ്യാജരേഖ നിർമ്മിക്കുന്നതിനായി ഉപയോഗിച്ചതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. 2018 ഭൂമി തട്ടിയെടുക്കുന്നത്. 204/2018 എന്ന ആധാരം തയ്യാറാക്കിയ ലൈസൻസിയെയും ആധാരം രജിസ്റ്റർ ചെയ്ത അവസരത്തിൽ നിയമങ്ങളും ചട്ടങ്ങളും പ്രകാരം ആധാരം പരിശോധിക്കുന്നതിൽ രജിസ്ട്രേഷൻ അധികാരികളും വീഴ്ച വരുത്തി. ഭൂമി വിൽക്കുകയും വാങ്ങുകയും ചെയ്ത വ്യക്തികളുടെ തിരിച്ചറിയൽ രേഖകളായി പരാമർശിച്ചത് പാൻ കാർഡ് മാത്രമാണ്. ഭൂമി കൈമാറുന്നതിന് ആധാർ കാർഡ് ഉപയോഗിച്ചിട്ടില്ല. ഇത് കൃത്രിമം നടത്താൻ വേണ്ടി മനഃപൂർവ്വം ഗൂഢാലോചന നടത്തിയതിന് തെളിവാണ്. ഇത് സംശയമാണെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃഷ്ണസ്വാമി ഭൂമി വിൽപ്പന നടത്തിയില്ലായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ ഇപ്പോൾ പറയുന്നത്. കൃഷ്ണസ്വാമി 2000-ലും 2005-ലും ഭൂമി വിറ്റിരുന്നു. അതിന്റെ ബാക്കി വരുന്ന 2.96 ഏക്കർ സ്ഥലത്തിന് കൃഷ്ണസ്വാമിയുടെ മാതാവ് വേലാത്താളിനും കൃഷ്ണസ്വാമിയുടെ ഭാര്യയായ കമലത്തിനും തണ്ടപ്പേര് സ്ഥിരമായി ലഭിക്കാൻ അർഹതയുണ്ട്. 2018 വരെ ഭൂനികുതി അടിച്ചിരുന്നുവെങ്കിലും നാളിതുവരെ സ്ഥിര തണ്ടപ്പേര് നൽകിയിരുന്നില്ല. അഗളി വില്ലേജ് ഓഫീസിലെ മാനുവൽ, 1966-ലെ പോക്കുവരവ് ചട്ടങ്ങൾ എന്നിവ അഗളി വില്ലേജിൽ ഇതുവരെ പൂർണ്ണമായി നടപ്പാക്കിയിട്ടില്ല. നിയമവിരുദ്ധമായി താൽക്കാലിക തണ്ടപ്പേരാണ് വില്ലേജിൽ നൽകി വരുന്നത്. അഗളി സബ് രജിസ്ട്രാർ ഓഫീസിൽ ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ഭൂമിയുടെ അടിസ്ഥാന രേഖകൾ ചട്ടപ്രകാരം പരിശോധിക്കുന്നില്ല. നിയമപ്രകാരമുള്ള ചട്ടപ്രകാരമുള്ള രജിസ്റ്ററുകൾ അഗളി വില്ലേജ് ഓഫീസിലും സബ് രജിസ്റ്റർ ഓഫീസിലും സൂക്ഷിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നിയമാനുസൃതമോ സെറ്റിൽമെന്റ് രജിസ്റ്ററോ BD രജിസ്റ്ററോ വില്ലേജിൽ സൂക്ഷിച്ചിരുന്നില്ല. നിലവിൽ ലഭ്യമായ A&B രജിസ്റ്റർ ആധാരമാക്കിയാണ് വില്ലേജ് ഓഫീസിൽ ഇത് സംബന്ധിച്ച ജോലികൾ നടത്തി വന്നിട്ടുള്ളത്. ഈ വില്ലേജിൽ ഡിജിറ്റൽ റീസർവേ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും നിയമാനുസൃതമായ പോക്കുവരവ്, തണ്ടപ്പേർ എന്നിവയുടെ അഭാവത്തിൽ ജന്മിയുടെ കോളം ശരിയായി പൂരിപ്പിക്കാൻ കഴിയുന്നില്ല. സെറ്റിൽമെന്റ് ജന്മിയെ ചേർക്കുക മാത്രമേ നിർവാഹമുള്ളൂ എന്നതാണ് കാരണം. ഡിജിറ്റൽ സർവേ റെക്കോർഡ് നടപ്പാക്കുന്ന സമയത്ത് പൊതുജനങ്ങൾക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. സംസ്ഥാനത്താകെ പോക്കുവരവിന് ചട്ടങ്ങൾ ഉണ്ടായിരിക്കെ ഈ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിരുദ്ധമായി തണ്ടപ്പേർ പിടിച്ചുവരുന്ന പ്രവൃത്തി തികച്ചും തെറ്റാണ്. അട്ടപ്പാടിയിലെ സങ്കീർണമായ പ്രശ്നങ്ങൾ ഭാവിയിലും തുടരുമെന്നാണ് ഇത് നൽകുന്ന സൂചന. 2024 സെപ്റ്റംബർ 21 ചുമതലയേൽക്കേണ്ടിയിരുന്ന അഗളി വില്ലേജ് ഓഫീസറുടെയും തഹസിൽദാരുടെയും ഭാഗത്തു നിന്നും കൃത്യവിലോപം ഉണ്ടായെന്നും ആധാരം എഴുത്തുകാരനും രജിസ്ട്രേഷൻ അധികാരികളും വീഴ്ച വരുത്തിയെന്നും ഇക്കാര്യത്തിൽ വകുപ്പ് തല അന്വേഷണം നടത്തണമെന്നാണ് റിപ്പോർട്ടിലെ ശുപാർശ. കൃഷ്ണസ്വാമിയുടെ ആത്മഹത്യ അട്ടപ്പാടിയിലെ ഭരണകൂടത്തിന്റെയും പരാജയമായിട്ട് തന്നെയാണ് അടയാളപ്പെടുത്തുന്നത്. കർഷകനെ ആത്മഹത്യയിലേക്ക് നയിച്ച വ്യാജരേഖ നിർമ്മിച്ച ഭൂമാഫിയ സംഘത്തിനും അതിനു കൂട്ടുനിന്ന റവന്യൂ ഉദ്യോഗസ്ഥർക്കുമെതിരെ തന്നെയാണ് റിപ്പോർട്ട് ഇപ്പോൾ നൽകിയിരിക്കുന്നത്.